സൗത്ത് ആൻഡമാനിലെ മോൺട്രേറ്റ് എന്ന പഴയ നാമവും ഇന്ന് മണിപ്പൂർ പർവ്വത നാഷണൽ പാർക്ക് എന്നും വിളിക്കുന്ന പാർക്കിലേക്കുള്ള പ്രവേശന കവാടമാണ്. വാഹനങ്ങൾക്കും നമുക്കും ഒരു നിശ്ചിത എൻട്രി ഫീസ് നൽകി 1 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ കാണുന്ന അപൂർവം പക്ഷിമൃഗാദികളുടെ ഫോട്ടോയും ബോർഡുകളിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. 1969 സ്ഥാപിതമായ ഈ പാർക്ക് 4.62 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. മൗണ്ട് ഹാരിയറ്റ് അഥവാ മൗണ്ട് മണിപ്പൂർ എന്ന കൊടുമുടിയുടെ പേരിൽ നിന്നാണ് ഈ പാർക്കിന് ഈ പേർ ലഭിച്ചത്. ആൻഡമാൻ നിക്കോബർ ദ്വീപ് സമൂഹത്തിലെ ഏറ്റവും ഉയരം കൂടിയ 3ാമത്തെ കൊടുമുടിയാണ്. 1857 ലഹളയുടെ കാലത്ത് ആൻഡമാനിലെ ജയിൽ സൂപ്രണ്ടായിരുന്ന റോബർട്ട് ക്രിസ്റ്റഫർ ടൈറ്റ്ലറുടെ ഭാര്യയായ ഹാരിയറ്റ് ടൈറ്റ്ലറുടെ സ്മരണാർത്ഥമാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത്. പാർക്കിൽ ഒന്നിൽ കൂടുതൽ വ്യൂ പോയിന്റുകളും ചെറിയ ഹട്ടുകളും ഉണ്ട്. വ്യൂ പോയിന്റിൽ ചെന്നാൽ റോസ് ഐലൻഡ് പോലുള്ള കൊച്ചുദ്വീപുകൾ കാണാം. ഹട്ടുകളെല്ലാം മരത്തടിയാലും പലതരം ചെടികളുടെ ഓലകൾ കൊണ്ടും വള്ളികളും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. വംശനാശ ഭീഷണി നേരിടുന്ന കാട്ടുപന്നികൾ, ചിത്രശലഭങ്ങൾ, വിവിധതരം പക്ഷികൾ, ഞണ്ടുകൾ എന്നിവയാണ് ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത. ഇവിടെ എത്തുന്നവ തീർച്ചയായും നമ്മുടെ കൈവശം കരുതേണ്ട ഉപ്പാണ്. അതായത് നൂലട്ടകൾ ധാരാളമുള്ളത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കയറിപ്പറ്റാൻ സാധ്യത കൂടുതലാണ്. ഈ പോയിന്റിൽ നിന്ന് അല്പദൂരം കൂടെ കാട്ടിലൂടെ സഞ്ചരിച്ചാൽ നമുക്ക് ഒരു വ്യൂ പോയിന്റും അതുപോലെ തന്നെ ഒരു സൂയിസൈഡ് പോയിന്റും കാണാൻ കഴിയും. ചില സമയങ്ങളിൽ കോടമഞ്ഞ് മൂടപ്പെടുന്ന ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ നമ്മൾ കഴിയുന്നത് നേരത്തെ എത്തേണ്ടതാണ്. നമ്മുടെ ഊട്ടിയെയും അട്ടപ്പാടിയെയും അനുസ്മരിക്കുന്ന വിധത്തിലുള്ള ഭൂപ്രദേശമാണ് ഇവിടെ. വ്യൂ പോയിന്റിൻ്റെ മുകളിലെത്തിയാൽ നമുക്ക് റോസ് ഐലൻഡ് പോലുള്ള കൊച്ചു ദ്വീപുകൾ കാണാൻ കഴിയും. സീനിയുടെ കാൽമാണ് നിറഞ്ഞിരുന്നു. കാരണം ചളിയാണ് അന്നും വെയില്.